ഹലോ, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അതിന് 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അമ്മ. അതിലേക്ക് നമുക്ക് ചേരുവകൾ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇടാം. നമുക്ക് ഇനി ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പേ വെച്ചൊന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഇനി ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് 4 ഉരുളക്കിഴങ്ങ് കഴുകി തൊലി നല്ലതായിട്ട് കഴുകിയിട്ട് നമ്മൾ കുക്കറിലോട്ടിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തൊലി ഉരിഞ്ഞെടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരു ഇടിക്കല്ലി വെച്ച് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താലും മതി. ഏതാണോ നിങ്ങളുടെ സൗകര്യം അങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയത് നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ആണെങ്കിൽ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, സവോളയൊക്കെ വഴറ്റാം. ചൂടായ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് 30 ml ഒരു കപ്പിലാണ് എടുത്തേക്കുന്നത്. ആദ്യം ഒഴിക്കാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇടാം. പിന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ സവാള 2 ചെറിയതാണ് എടുത്തേക്കുന്നത്, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുവാണ്. അത് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതിനോടൊപ്പം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. ഒന്ന് വഴന്നു വരട്ടെ. ഇത് നമ്മുടെ നോൺ വെജ് വിഭവത്തിലെ ഏറ്റവും നല്ലൊരു സ്നാക്സ് ആണ് ചിക്കൻ കട്ട്ലേറ്റ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഉള്ളി മൂത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇടാം, കുരുമുളക് പൊടി ഇടാം, പാകത്തിന് ഇച്ചിരി ഉപ്പിടാം. എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 2 മിനിറ്റ് നമ്മളിത് ഇളക്കി ഇനി നമുക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് ഇതിനകത്തോട്ട് ഇടാം. എല്ലാം കൂടെ ഒന്നിച്ച് ഇളക്കി ഒന്ന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഉരുളക്കിഴങ്ങും നമ്മുടെ ചിക്കനും എല്ലാം ഒന്ന് മിക്സായി വരട്ടെ. ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഒന്ന് ആറിക്കഴിയുമ്പോൾ നമ്മുടെ കൈവച്ച് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ ബ്രെഡും പൊടിച്ചെടുത്തോണ്ട് വരാം. ഇത് നമ്മളിപ്പം ചിക്കൻ ആറിയപ്പോൾ കയ്യിൽ നന്നായിട്ട് കുഴച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൊട്ടി പൊടിച്ചും വെച്ചു. ഇനി നമുക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഉരുട്ടിയിടാം. നമ്മള് ചിക്കന്റെ ഇത് മിക്സ് നമ്മൾ കയ്യിലോട്ട് ഓരോ ഉരുളയായിട്ട് എടുത്ത് റൗണ്ട് ആക്കിയിട്ട് നമ്മൾ കട്ട്ലറ്റിന്റെ ഷേപ്പിന് ഒന്ന് പരത്തി എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ മുട്ടയിലേക്ക് ബീറ്റ് ചെയ്തിരിക്കുന്ന മുട്ടയിലോട്ട് ഇനി നമുക്ക് മുക്കിയെടുത്ത് ഇനി റൊട്ടിപ്പൊടിയിലോട്ട് നന്നായിട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് വറുത്തു പോരാം. ഇതിനി നമുക്കൊന്ന് വറുത്തു പോരാമേ. ഇത് നമ്മൾ എണ്ണയാണെങ്കിൽ ചൂടാകുന്നവരെ തിളയ്ക്കുന്നവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ഇത് വറുത്തെടുക്കാന്. അല്ലെങ്കിൽ നമ്മളുടെ കട്ട്ലേറ്റ് അങ്ങ് കരിഞ്ഞു പോകും. കാരണം ചിക്കനും എല്ലാം വെന്തതായതുകൊണ്ട് ഒരുപാട് വേവൊന്നുമില്ല. ഒന്ന് മൊരിയുന്നത് വരെ നമുക്ക് 2 സൈഡും ഇട്ട് കൊടുത്ത് നമ്മൾ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് കോരിയെടുക്കാൻ പരുവമായി. ഇനിയും കോരിയെടുക്കുകയാണേ. ബാക്കി നമുക്ക് അതുപോലെല്ലാം ചെയ്തെടുക്കാം. കണ്ടോ, കട്ട്ലേറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.